ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇമ്പൾസീവ് ട്രേഡിംഗ്. നിങ്ങളും ഞാനുമൊക്കെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് അല്ലെങ്കിൽ മണ്ടത്തരമാണ് ഇമ്പൾസീവ് ട്രേഡിംഗ്. അപ്പോൾ ഇമ്പൾസീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, ആവേശഭരിതമായ രീതിയിലുള്ള ട്രേഡിംഗ് അല്ലെ, അതാണ് മലയാളത്തിൽ പറയുന്നത്. അതായത് വിത്തൗട്ട് എനി കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു മുൻധാരണയില്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇമ്പൾസീവ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക്, അപ്പോൾ എനിക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പോലും പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്ന പല സ്റ്റോക്കുകളും ഭയങ്കരമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിവേ, തമ്മിൽ ഭേദം തൊമ്മനെന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ബ്രിട്ടാനിയ അല്ലെങ്കിൽ ഗോദ്രേജ് പോലെയുള്ള ഫണ്ടമെൻ്റൽ സ്റ്റോക്ക് വാങ്ങും എന്ന രീതിയിലാണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ പോകുന്നത്. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ CNBC-യോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളോ ടെലിഗ്രാം ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ മറ്റ് ന്യൂസുകളോ ഒക്കെ കേട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കാത്ത സാധനങ്ങൾ വാങ്ങും. അതുതന്നെയാണ് ഇമ്പൾസീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോകുന്നു. അപ്പോൾ നമുക്ക് വാങ്ങേണ്ടത് ഒരു പേസ്റ്റ് ആയിരിക്കും, ഒരു ബ്രഷും പേസ്റ്റും ആയിരിക്കും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മുന്നിൽ വൻ ഓഫറുകൾ കാണുന്നു. ആന കിട്ടും, ചേന കിട്ടും എന്നൊക്കെ എഴുതി വെച്ചേക്കും, അല്ലെങ്കിൽ വലിയൊരു ട്രോളിയും തരും. അതൊക്കെ നമ്മളെ മാനസികമായി നമ്മളെ ഇമോഷണലി ബീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു തന്ത്രപ്പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വെറുതെ ഒരു വെച്ചേക്കാം, ട്രോളി വെച്ചേക്കാമെന്ന് പറഞ്ഞ് പേസ്റ്റ് വാങ്ങാൻ പോകുന്ന നമ്മൾ ട്രോളിയും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും പുതിയ മോഡൽ ബിസ്ക്കറ്റ് 2 ഓഫർ, ഹാൻഡ് വാഷ്, പുതിയ മോഡൽ ഷേവിങ് ക്രീം, അല്ലെങ്കിൽ റൈസ് അല്ലെങ്കിൽ പഞ്ചസാര, ഇതെല്ലാം കൂടി ഒരു ഓഫറിൽ കിട്ടുന്നു. അവസാനം നമ്മൾ ഇറങ്ങുന്നപ്പോൾ ഒരു 50 രൂപയുടെ പേസ്റ്റ് വാങ്ങാൻ നമ്മൾ അവസാനം 500 അല്ലെങ്കിൽ 5000 രൂപയുടെ സാധനവും മേടിച്ചുകൊണ്ട് പുറത്തിറങ്ങും. ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഇമ്പൾസീവ് ട്രേഡിംഗ്. അപ്പോൾ ഇതിനെയാണ് ഇമ്പൾസീവ് ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ നമ്മൾ വാങ്ങാൻ പോകുന്നത്. ഒരു ഗോദ്രേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ തീരുമാനിച്ച് SBI അങ്ങനെയുള്ള ഏകദേശം നല്ല ഷെയർ ആയിരിക്കും. പക്ഷേ അവസാനം ഇരിക്കുന്നത് എന്തായിരിക്കും, വല്ല യൂണിടെക്കോ അല്ലെങ്കിൽ സ്വിസ്ലോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇമോഷനെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യുക. അതായത് ഇനിമേൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞുറപ്പിച്ച ഷെയർ, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയ ഷെയർ, അല്ലെങ്കിൽ നമ്മൾ അഡ്വൈസ് എന്ന് വെച്ചാൽ അറിവുള്ളവരുടെ കൂടെ ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ സ്വയം അനലൈസ് ചെയ്ത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ മനസ്സിലാക്കി നമ്മൾ വാങ്ങാനുറപ്പിച്ച ഷെയർ മാത്രമേ, അല്ലെങ്കിൽ ആ സ്ക്രിപ്പ് മാത്രമേ വാങ്ങൂ എന്ന് ഉറപ്പിക്കുക. അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ ഇമ്പൾസീവ് ട്രേഡിങ്ങിനെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇനി മുതൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ CNBC-യൊക്കെ തൽക്കാലം ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ന്യൂസിൻ്റെ പുറകെ പോകരുത്. അപ്പോൾ ന്യൂസിൻ്റെ കേസെന്ന് പറയുമ്പോൾ ഒരു മാഫിയ ഉണ്ട് ഇതിൽ, ഒരു ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരാൾക്കാർ നിങ്ങൾക്കറിയാമായിരിക്കും. അതുപോലെ തന്നെ മറ്റ് ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഷെയറിന് മാക്സിമം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിച്ചിട്ട് അവർ മുങ്ങാറുണ്ട്, അവരവിടെ വെച്ച് ഷോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ചെന്ന് എത്തുന്ന ഈയാമ്പാറ്റകളാണ് നമ്മളെ പോലെയുള്ളവർ. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള 90% ആൾക്കാരും ഇമ്പൾസീവ് ട്രേഡിങ്ങിന് അടിമകളാണ്. ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മളൊരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയാൽ അല്ലെങ്കിൽ ഒരു ബിഗ് ബസാറിൽ പോയാൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 200% വാങ്ങാറുണ്ട് അല്ലേ. അത് അവർ തരുന്ന ഓഫർ കാരണം, അല്ലെങ്കിൽ അവർ പറയുന്ന ബ്രെയിൻ വാഷ് കാരണം, അല്ലെങ്കിൽ അവർ തരുന്ന മനോഹരമായ ട്രോളി കാരണം. ആ ട്രോളി എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നു, ഞാൻ ഈ ട്രോളി എടുത്തില്ലേ, വെറുതെ പേസ്റ്റ് മാത്രം എങ്ങനെ ഇടുക, വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ വാങ്ങാം എന്നൊരു ചിന്ത വരും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇമ്പൾസീവ് ട്രേഡിംഗ്. അതുപോലെ തന്നെയാണ് ട്രേഡ്സിൽ ഞാൻ പറയുന്നത്. സോ ഇമ്പൾസീവ് ട്രേഡിങ്ങിന് അടിമപ്പെടാതിരിക്കുക. ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ വളരെ ആലോചിച്ച്, വളരെ ചിന്തിച്ച്, വളരെ പക്വമായിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. നിങ്ങളെടുക്കുന്ന ഓരോ ട്രേഡും നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. അതായത് ഞാനിപ്പോൾ ഇത് വാങ്ങാൻ പോകുന്നുണ്ട്,
ഏതെങ്കിലും ഒരു ഷെയർ, യെസ് ബാങ്ക് അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, സ്വിസ് ലോൺ, ഇതൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള, സ്വിസ് ലോൺ വിടൂ, ടാറ്റ മോട്ടോഴ്സും യെസ് ബാങ്കും ഒക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. പക്ഷേ അതിങ്ങനെ ഇടിഞ്ഞു പോന്നു. അതിന് മറ്റ് കാരണങ്ങളുണ്ട്. അതിന് ടെക്നിക്കൽ അനാലിസിസിൻ്റെ സെക്ഷനിൽ ഞാനിതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും വാങ്ങുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് തീരുമാനിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആപ്പിളൊക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫേസ്ബുക്ക് തന്നെ നമ്മൾ ആലോചിച്ചാൽ, ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക, ഗൂഗിൾ പ്ലസ് ഉണ്ട്. അപ്പോൾ ഗൂഗിൾ പ്ലസ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാട് ഷെയർസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൻ്റെ അതിൻ്റെ ഒരു ഗ്രോത്ത് കൂടി കണക്കാക്കി വേണം വാങ്ങാൻ. അതുപോലെ ഓർക്കുഡ്, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ആളുകൾ മടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മാർക്കറ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഉള്ള ഫേസ്ബുക്ക് ഷെയർസ് എല്ലാം മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ട് ചുമ്മാ തരുന്നാൽ പക്ഷേ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ അതുപോലെയുള്ളൊരു ഫോർകാസ്റ്റ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വൻ ലോസുകളിൽ നിന്ന് ചാടാതിരിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ മികച്ച ട്രേഡുകൾ സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: നാളെ മുതൽ അല്ലെങ്കിൽ ഇനി മുതൽ നമ്മൾ ഇമ്പൾസീവ് ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങുക. ടെക്നിക്കൽ അനാലിസിസും അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസും ഒക്കെ നടത്തി ഏതാണോ നമുക്ക് വേണ്ടത് അത് മാത്രം വാങ്ങുക. നമ്മുടെ മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന വാർത്തകളും ഗ്രൂപ്പുകളും ന്യൂസുകളും ഒക്കെ മാറ്റിവെച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്താൽ നമുക്ക് ഈ ഷെയർ മാർക്കറ്റിൽ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇത് ഒരു ട്രേഡിംഗ് ഹാബിറ്റ് തന്നെയാണ് ഇമ്പൾസീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമുക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഉദാത്തമായ, അല്ലെങ്കിൽ വളരെ സ്പെസിഫിക്കായ, വളരെ പഠന വിധേയമാക്കിയ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മൾ TCS വാങ്ങാൻ പോയാൽ TCS മാത്രം വാങ്ങുക. അതിനിപ്പുറത്ത് ടാറ്റ മെറ്റാലിക്സ് ഒന്നും കയറി വാങ്ങരുത്. ഫോർ എക്സാമ്പിൾ, ടാറ്റ മെറ്റാലിക്സ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ബിക്കോസ് TCSൻ്റെയും ടാറ്റ മെറ്റാലിക്സിൻ്റെ മൂവ്മെൻറ്റ് രണ്ടും ഡിഫറൻറ്റ് വേസ് ആണ്. ഞാൻ ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പോൾ TCS കുറച്ച് സ്റ്റേബിളാണ്, സ്ട്രോങ് ആണ്, അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ടു ആൻ എക്സ്റ്റെൻറ്റ്. പക്ഷേ ടാറ്റ മെറ്റാലിക്സിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര റാപ്പിഡാണ്. സോ രണ്ടും ടാറ്റയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും രണ്ടിനും അതിൻ്റെ മൂവ്മെൻറ്റ് വ്യത്യസ്തമാണ്. ടാറ്റ മെറ്റാലിക്സ് മേടിച്ച് വെച്ചിട്ട് ഒരുപക്ഷെ 10 ദിവസം എടുക്കും തിരിച്ച് റിക്കവർ ആകാൻ. പക്ഷേ TCS പെട്ടെന്ന് റിക്കവർ ആകും. അപ്പോൾ അങ്ങനെ അതുപോലെ അതായത് ഞാൻ പറയുന്നത് ഒരു ബിസിനസ് ഓണറുടെ കീഴിൽ വരുന്ന ഷെയർസാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സും